ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് എക്സൈസിന്റെ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എക്സൈസിന്റെ പരീക്ഷ ഇന്ന് പ്രത്യേകത എന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയത് ഏറ്റവും കിടിലം ഒരു സ്കൂളിലാണ്. അപ്പൊ ഞാൻ അവരോട് റിവ്യൂ ഒന്ന് ചോദിക്കുകയാണ്. തിരിച്ചു വെച്ചു ബ്രോ, ഒന്ന് എക്സൈസ് പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു റിവ്യൂ ഒന്ന് പരീക്ഷ റിവ്യൂ എന്ന് പറഞ്ഞു പ്ലീസ്. പരീക്ഷ റിവ്യൂ എന്ന് പറഞ്ഞു എന്റെ അടുത്ത് എക്സാം എഴുതി. പരീക്ഷ കുഴപ്പമില്ല. എങ്ങനെ ഉണ്ടായിരുന്നു? ഏതാണ് പാടായിട്ട് തോന്നിയത്? പാട് എനിക്ക് ജനറലിലെ ചോദിച്ചോണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ്, അത് കുറച്ച് പാടായിട്ട് തോന്നി. ബാക്കി മാത്സ് ഒന്നും കുഴപ്പമില്ല. ബുദ്ധിമുട്ടില്ലല്ലേ? ഇല്ല കുഴപ്പമൊന്നുമില്ല. പൊതുവെ എളുപ്പം ഉണ്ടായിരുന്നു പ്രതീക്ഷ. കട്ട് ഓഫ് 60 ആ റേഞ്ച് ആവും. ബ്രോ, എക്സാമിന്റെ റിവ്യൂ ഒന്ന് പറഞ്ഞിട്ട്. പാട്ട് എളുപ്പമുണ്ടായിരുന്നു. സ്പെഷ്യൽ ടോപ്പിക്ക് ഞാൻ കഴിഞ്ഞ വർഷം പഠിച്ചു വെച്ചാൽ എഴുതിയത്, എന്നാലും എളുപ്പമുണ്ടായിരുന്നു. ബ്രോ, എക്സാമിന്റെ റിവ്യൂ ഒന്ന് പറഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല. സ്പെഷ്യൽ ടോപ്പിക് എളുപ്പമല്ലോ. പഠിച്ചു എളുപ്പമായിട്ട് കുഴപ്പമില്ല. എക്സാമിന്റെ റിവ്യൂ എന്ന് പറയാം. കുഴപ്പമില്ല. എക്സാം പാടായിരുന്നു? കുഴപ്പമില്ല. സ്പെഷ്യൽ ടോപ്പിക്ക് കിട്ടിയ? കിട്ടി. മലയാളത്തിൽ പാടായിരുന്നു. കറണ്ട് അഫെയർ എളുപ്പമായിരുന്നു? പറയാൻ എക്സാമിന്റെ റിവ്യൂ എന്ന് പറയാം. കുഴപ്പമില്ല, എളുപ്പമായിരുന്നു. നല്ലൊരു എഴുതാൻ പറ്റിയ നല്ലപോലെ കറക്കി കുത്തി എത്ര അറ്റൻഡ് ചെയ്ത ഉദ്ദേശം? ഒരു ഏകദേശം പറയാം. 90+ അടിച്ച? ഇല്ലല്ലോ, 70. കട്ട് ഓഫ് ഒരു 60 അടുപ്പിച്ച് വരുമെന്ന് തോന്നുന്നുണ്ട്. അതേ 50 താഴെ പോകും. അറിഞ്ഞൂടാ. എക്സാമിനെ കുറിച്ച് റിവ്യൂ എന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ ഒരു അഭിപ്രായം പറ. ആരും വലുതായിട്ട് പറയുന്നില്ല. മൊത്തത്തിൽ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സൈസിന് വേണ്ടി ഒരു GK ഉണ്ട് സെപ്പറേറ്റ്, സ്പെഷ്യൽ ടോപ്പിക്സ് അല്ലാതെ ഒരു GK ഉണ്ട്. എക്സൈസിനുള്ളതെല്ലാം എളുപ്പമായിരുന്നു. നോർമൽ GK ആയിരുന്നു ഇച്ചിരി പാട്. പേര്? അശ്വിൻ. എക്സൈസിനെ കുറിച്ച് ഭയങ്കര ടഫായിട്ട് ഒരു പരീക്ഷയായിട്ട് പറയാനില്ല. പിന്നെ എനിക്കിവിടെ ഒരുപാട് നാളത്തെ ശേഷമാണ് ഞാൻ ഒരു പരീക്ഷ റിവ്യൂ എടുക്കുന്നത്. ഈ സ്കൂള് അടിപൊളിയായിരുന്നു, ഒരുപാട് സപ്പോർട്ടായിരുന്നു. പിന്നെ എക്സാം ഹാളിൽ ഒരു 5 മിനിറ്റ് പോലും സത്യം പറഞ്ഞാൽ കൂൾ ഓഫ് ടൈം കിട്ടിയില്ല. അതൊരു വിഷമമുണ്ട്. ഞാൻ സ്പെഷ്യൽ ടോപ്പിക്ക് വലുതായിട്ട് പഠിച്ചില്ല. പക്ഷെ ഇന്നലെ നമ്മൾ പറഞ്ഞ വീഡിയോയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇത്ര കാര്യങ്ങൾ പറയാനുള്ളൂ. എനിക്ക് തോന്നുന്നത് കട്ട് ഓഫ് മാക്സിമം 50-60 ഇടയിൽ നിൽക്കും. 60 മുകളിൽ പോകാൻ ഒരു ചാൻസും ഇല്ല. കട്ട് ഓഫ് ലിസ്റ്റ് ആളെണ്ണം കുറയ്ക്കുകയാണെങ്കിൽ ചിലപ്പോൾ കട്ട് ഓഫ് ശകലം ഒരു 60 അടുപ്പിച്ച് പോകാം, അല്ലെങ്കിൽ അതിന് താഴോട്ട് തന്നെ നിൽക്കും. എക്സാം ബ്രോ, എന്റെ അടുത്ത നല്ല എക്സാമിനെ കുറിച്ച് റിവ്യൂ എന്ന് പറഞ്ഞിട്ട്. എക്സാം തീരെ കുഴപ്പമില്ല ബ്രോ, കുഴപ്പമില്ലാതെ എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു 80+ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? 75. അതെന്താണ് അറ്റൻഡ് കുറച്ച്? ശരിയായത് മാത്രം അറ്റൻഡ് ചെയ്യുന്ന ഇതിലാണ് മൈനസ് കുറയ്ക്കുന്നത്. അത് നല്ല രീതിയാണ്. ഓക്കെ, താങ്ക്സ്. ശരി, അപ്പൊ ഓക്കെ.